ഹായ്, ഇന്ന് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു കണ്ടത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഫോണിൻ്റെ ദുരുപയോഗം കൂടുന്നു എന്നുള്ളൊരു കാര്യം. സോ നമ്മൾ പേരൻസ് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നത് അത് എന്തിനൊക്കെ ആണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർ ആരുടെ കൂടെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കൂടെയൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്, അവരുടെ ഫ്രണ്ട് സർക്കിൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഏതൊക്കെ ഗെയിംസാണ് അവർ കളിക്കുന്നത്, അതേപോലെ എന്തെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പേരൻസ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകളുണ്ടാവും. സോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ ആ ഒരു ട്രാപ്പിൽ വീഴാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ പേരൻസിൻ്റെയും അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും കടമയാണ്. സോ സ്കൂൾ ടീച്ചേഴ്സും ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഫോണിൻ്റെ ദുരുപയോഗത്തിനെ കുറിച്ചൊക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. അവരുടെ ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവർക്ക് അത്രയ്ക്ക് ബുദ്ധി വികസിച്ചിട്ടുണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി ഉറയ്ക്കുന്ന പ്രായം എന്ന് പറയുന്നത് ഒരു 20-23 വയസ്സിലൊക്കെയാണ്. സോ അതിനു മുന്നേ അവർക്ക് ചില തെറ്റുകൾ അവർക്കത് മനസ്സിലാവുകയില്ല. സോ അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ പേരൻസും അതേപോലെ തന്നെ ടീച്ചേഴ്സുമാണ്. കുഞ്ഞുങ്ങൾ മെയിൻ ഹോളിൽ ഇരുന്നിട്ട് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്തോ ഒന്നും ഫോൺ അധികം കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ റീൽസ് കാണുന്നതും കഴിവതും അവോയ്ഡ് ചെയ്യുക. കാരണം അതൊക്കെ കുഞ്ഞുങ്ങളുടെ കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്.